കരുണയുടെ ഉപമയായി നിർദയനായ ഭൃത്യന്റെ ഉപമ ബൈബിളിൽ കിടപ്പുണ്ട്. വലിയ സംഖ്യ യജമാനൻ ഇളച്ചു കൊടുത്തിട്ട് നിസ്സാരമായത് ഇളച്ചു കൊടുക്കാൻ വിമുഖത കാണിച്ചവനോട് യജമാനൻ ക്രൂരമായി പെരുമാറിയെന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് കരുണ ചെയ്യണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന നിർദയനായ ഭൃത്യന്റെ ഉപമ അതവിടെ നിൽക്കട്ടെ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം കരുണയുടെ വർഷത്തിന്റെ ഉപമ നല്ല സമറായന്റെ ഉപമയാണ്. കരുണയുടെ ഉപമ നല്ല സമറായന്റെ ഉപമയാണ്. ലൂക്ക 10 പ്രതിപാദിച്ചിട്ടുള്ള നല്ല സമറായന്റെ ഉപമ നിങ്ങൾ 1000 വട്ടം കേട്ടിട്ടുള്ള വ്യാഖ്യാനമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് സമറായൻ നല്ല സമറായനായത്? എന്തുകൊണ്ടാ സമറായൻ നല്ല അയൽക്കാരനായത്? ഈശോ ചോദിക്കണു, ഇവരിൽ ആരാണ് അവന് അയൽക്കാരനായി വർത്തിച്ചത്? എന്താ നിയമജ്ഞന്റെ മറുപടി? അവനോട് കരുണ കാണിച്ചവൻ. അവനോട് കരുണ കാണിച്ചവൻ, അവനെ ശുശ്രൂഷിച്ചവൻ എന്നല്ല, അവനെ സ്നേഹിച്ചവൻ എന്നല്ല, അവനെ സത്രത്തിൽ കൊണ്ടുചെന്നാക്കിയവൻ എന്നല്ല. പിന്നെയോ നിയമജ്ഞൻ വ്യക്തമായി മറുപടി പറയണു, അവനോട് കരുണ കാണിച്ചവൻ. കരുണ എന്നതിൻ്റെ അർത്ഥം അച്ഛൻ പറഞ്ഞ് അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കരുണ. അർഹിക്കാത്തത് സുവിശേഷം പ്രതിപാദിക്കുന്ന എല്ലാ മക്കൾക്കും തമ്പുരാൻ കൊടുത്തത് അർഹിക്കാത്തതാ. ആദത്തിന് കൊടുത്തത്, നോഹയ്ക്ക് കൊടുത്തത്, അബ്രാഹത്തിന് കൊടുത്തത്, യാക്കോബിന് കൊടുത്തത്, ദാവീദിന് കൊടുത്തത്, മോശയ്ക്ക് കൊടുത്തത്, പത്രോസിന് കൊടുത്തത്, യോഹന്നാന് കൊടുത്തത്, ആരുടെ ജീവിതത്തിലും കർത്താവ് കാണിച്ചത് കരുണയാണ്. അർഹിക്കാത്തത് അർഹിക്കാത്തത് വ്യക്തമായിട്ട് മറിയം പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കാരണം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. തലമുറകളോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. കർത്താവിൻ്റെ കാരുണ്യം എന്തെന്ന് മറിയത്തിന് നന്നായിട്ട് അറിയാം. എല്ലാവരോടും കർത്താവ് കരുണ ചെയ്തു. നല്ല സമറായൻ എന്തുകൊണ്ടാണ് നല്ല സമറായനായത്? പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കേട്ടിട്ടുള്ളതാണെങ്കിലും അച്ഛൻ പറയാണ്, കരുണയുടെ വർഷമായതുകൊണ്ട് പറയണതാ. ഈ ഉപമയിലെ യാത്രക്കാരൻ വല്ലാണ്ട് അഹങ്കരിക്കുന്നവനാ. അങ്ങനെയാ പറയുക. കള്ളന്മാരെ ആക്രമിച്ചവൻ, കള്ളന്മാരാൽ കവർച്ച ചെയ്യപ്പെട്ടവൻ, കുറുമ്പനും അഹങ്കാരിയും തൻ്റെടിയുമാണെന്നാണ് വചന വ്യാഖ്യാനം. കാരണം ജെറുസലേമാണ് അയാൾ കച്ചവടം നടത്താൻ പോയ സ്ഥലം. അയാൾ ജെറീക്കോക്കാരനാണത്രേ. ജെറീക്കോക്കാരനായ ഈ മനുഷ്യൻ അയാളുടെ കൃഷി സംബന്ധമായി ലഭിച്ച വസ്തുവകകളൊക്കെ കൊണ്ട് ജെറുസലേമിൽ ചെന്ന് വ്യാപാരം ചെയ്ത് വിലപിടിപ്പുള്ള രത്നങ്ങളും പണവുമായി തിരികെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു, യാത്ര ചെയ്യുകയായിരുന്നു. അതാണ് വചനത്തിൻ്റെ പശ്ചാത്തലം. ജെറീക്കോക്കാരനായ മനുഷ്യൻ ജെറുസലേമാകുന്ന ചന്തസ്ഥലത്ത് ചെന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളാക്കി അയാളുടെ സമ്പത്തെല്ലാം രൂപപ്പെടുത്തി അത് മടിക്കുത്തിലോ പണസഞ്ചിയിലോ സൂക്ഷിച്ച് ആരും നടക്കാൻ പാടില്ലാത്ത ഒരു വഴിയിലൂടെ അസമയത്ത് കള്ളന്മാരും കൊള്ളക്കാരും പതിയിരിക്കുന്ന ഒരിടത്തൂടെ നടന്നു എന്നാണ് ബൈബിള് വ്യാഖ്യാനിക്കുന്നവർ പഠിപ്പിക്കുന്നത്. ഇന്നും ജെറുസലേമിൽ പോയിട്ടുള്ളവർക്കറിയാം, ഈ വഴി അപകടം പിടിച്ച വിജനമായ ഒരു വഴിയാണ്. അയാൾ അർദ്ധരാത്രിയാണ് നടന്നത്. വിലപിടിപ്പുള്ള സമ്പത്ത് കയ്യിൽ വെച്ച് ആരെങ്കിലും തനിച്ച് അർദ്ധരാത്രി നടക്കുവോ പ്രിയപ്പെട്ടവരെ? അപകടം പതിയിരിക്കുന്ന ഒരു വഴിയിലൂടെ രത്നങ്ങളും പണവും മടിക്കുത്തിൽ വെച്ച് നടക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ? പക്ഷെ ഉപമയിലെ യാത്രക്കാരൻ നടന്നെന്നാ പറയണത്. അയാൾ നടന്ന്. അയാൾ അഹങ്കാരിയായിരുന്നു, അയാൾ തൻ്റെടിയായിരുന്നു, അയാൾ ആരെയും കൂസാത്തവനായിരുന്നു. നമ്മുടെയൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അയാൾ ഭയങ്കര കുറുമ്പനായിരുന്നു. അങ്ങനെ ഒരുത്തനെയാണ് കള്ളന്മാർ ആക്രമിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് തന്നെയാ അച്ഛനും ലേവായിനും ഒക്കെ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ തന്നെ വേണം. അവിടെ കിടക്കട്ടെ.
കാലത്ത് പള്ളി പോയ പുരോഹിതനും പിന്നാലെ വന്ന ലേവായനും യവന്റെ കിടപ്പ് കണ്ടിട്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്, അങ്ങനെ തന്നെ വേണം, എന്തിനാ ഈ പച്ചപ്പാതിരക്ക് ഈ വഴിക്ക് ട്രിപ്പടിച്ചത്? അവിടെ കിടക്കും. പക്ഷെ അതിന് കഴിഞ്ഞു വന്ന സമറായൻ അവന്റെ മുറിവ് വെച്ച് കെട്ടി തൈലം പുരട്ടി അവനെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടു ചെന്നാക്കി. എന്താ അതിന്റെ അർത്ഥം? കുറുമ്പ് കാണിച്ചവനോടും അയാൾ കരുണ കാണിച്ചു. കുറുമ്പ് കാണിച്ചവനോടും അയാൾ കരുണ കാണിച്ചു. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ സമറായൻ നല്ല സമറായനായത്. നമ്മുടെ പ്രിയപ്പെട്ടവര് കുറുമ്പ് കാണിക്കുമ്പോ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒരു പോരായ്മ വന്ന്, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഇടർച്ച പറ്റി, നമ്മുടെ മാതാപിതാക്കള് ഒരു സ്വാർത്ഥതയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അവരോടൊക്കെ നമ്മൾ എങ്ങനെയാ പെരുമാറണത്? നമ്മുടെ അയൽപ്പക്കക്കാരുടെ അറിവില്ലായ്മ, നമ്മുടെ കൂടപ്പറപ്പുകളുടെ അജ്ഞത, പിതാവേ ഇവർ ചെയ്യണത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന പരുവത്തില് നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മോട് എന്തെങ്കിലും ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരു തകർച്ചയോ ഒരു പോരായ്മയോ വന്നാൽ നമ്മൾ ഉടനെ പറയുന്ന വാക്കെന്താ? നമ്മുടെ മനസ്സിന്റെ ഭാവം എന്താ? അതേക്കുറിച്ച് ചിന്തിക്കണം. നല്ല സമറായന്റെ ഉപമ വായിച്ച് വികാരിയച്ഛൻ പള്ളിയിൽ പ്രസംഗം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒറ്റ വാക്കില് ഒരു കത്തനാര് പ്രസംഗം പറഞ്ഞെന്ന്. ഒറ്റ വാചകത്തില്. ഒരു പഴയ കഥയാ. ഒറ്റ വാചകത്തിൽ വികാരിയച്ഛൻ പ്രസംഗം പറഞ്ഞത്. നല്ല സമറായന്റെ ഉപമ വായിച്ച് സുവിശേഷം ചുംബിച്ചടച്ച് വികാരിയച്ഛൻ പ്രസംഗം തുടങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. എൻ്റെ വാത്സല്യമുള്ളവരെ, ഈ പറഞ്ഞ ഉപമയിലെ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴി നിന്റെ വീടിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രസംഗം കഴിഞ്ഞു. വികാരിയച്ഛൻ പ്രസംഗം പറഞ്ഞത് ഒറ്റ വാചകം ഉണ്ടായുള്ളൂ. നല്ല സമറായന്റെ ഉപമയിൽ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴി നിന്റെ വീടിനകത്തുകൂടെ കടന്നു പോകണം. പോയി തപ്പി നോക്ക്, വീടിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ ആക്രമിക്കപ്പെട്ട് കിടപ്പുണ്ടോ? നല്ല സമറായനാവ്, കരുണ കാണിക്ക്, തൈലം കൊണ്ട് കെട്ടി സുഖപ്പെടുത്ത്, സത്രത്തിൽ കൊണ്ടു ചെന്നാക്ക്, ശുശ്രൂഷിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന് പറയുന്നത് വിശേഷാൽ വഹിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ട്. കുടുംബജീവിതം, വിവാഹം വിശേഷാൽ വഹിക്കുന്ന ഒരു പരിപാടിയാണത്രേ. വിശേഷാൽ വഹിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രത്യേകമായിട്ട് കൊണ്ടു നടക്കുക, പ്രത്യേകമായിട്ട് കൊണ്ടു നടക്കുക. അതിന് കുറച്ച് കഴിവ് വേണം, അതിന് കുറച്ച് സാവകാശം വേണം, അതിന് കുറേ കരുണ വേണം. കർത്താവിൻ്റെ കരുണ ചങ്കിലാവോളം കുത്തി കയറ്റിയവര് എങ്ങനെയാണ് മറ്റുള്ളവരോട് കരുണ ചെയ്യണമെന്ന് ചിന്തിക്കാനാ അച്ഛനിത് നിങ്ങളോട് പറയണത്. വിവാഹ ജീവിതം വിശേഷാൽ വഹിക്കുന്ന ഒരു പരിപാടിയാ. കുടുംബജീവിതം വിശേഷാൽ കൊണ്ടു നടക്കണ ഒരു പരിപാടിയാ. ചുരുക്കി പറഞ്ഞാൽ ചില ആൾക്കാരുടെ കൂടെ ജീവിക്കല് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചില കെട്ടിയോന്മാരെ കൊണ്ടടക്കല് ഭയങ്കര എളുപ്പല്ലേ? ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്കെങ്കിലും അറിയാം, ഇല്ലെങ്കിൽ പറഞ്ഞു കേട്ടുണ്ടാവും. ചില ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കാൻ എന്തൊരു സുഖാണ്. ചേട്ടാ ഇന്ന് ഉണക്കമീനും കഞ്ഞിയും ഉള്ളുട്ടാ, വേറെ ഒന്നുമില്ല, അത് മതിയടിയപ്പാ. കെട്ടിയോൻ പറയും, ചേട്ടാ 3 കിലോ പോർക്കറിച്ച് വലത്തിരിപ്പുണ്ടല്ലോ, എന്ത് ചെയ്യും? ഇതെങ്ങോട്ട് വെച്ചോ, ഞാൻ തിന്നോളാം. ചില കെട്ടിയോന്മാരങ്ങനെയാ, എന്തുണ്ടാക്കി കൊടുത്താലും തിന്നും, എന്ത് ബാക്കി വന്നാലും വടിച്ച് നക്കി തീർക്കും. ഇപ്പം അങ്ങനെ കുറേ ചേട്ടന്മാരുണ്ട്. വീട്ടിൽ വേസ്റ്റ് തിന്നണത് ഇപ്പം കെട്ടിയോന്മാരാണ്. ചട്ടിയും കല്ലും വടിക്കുന്ന കുറേ ആത്മാക്കളുണ്ട്. എന്തൊരു എളിമയാണെന്നറിയാം. എന്ത് വേണമെങ്കിലും ചെയ്തു തരും, എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ചില കെട്ടിയോന്മാരെ കൊണ്ടടക്കാൻ എന്തൊരു എളുപ്പമാണ്. ഭാര്യമാർക്ക് കാലത്ത് ബ്രഷും പേസ്റ്റ് എടുത്തു കൊടുക്കണ ഭർത്താക്കന്മാരെ വരെ എനിക്കറിയാം. സൂപ്പറായിട്ട് ഇപ്പോഴത്തെ ചേട്ടന്മാർ ചായ തിളപ്പിക്കും. നിവൃത്തിയോടുകൊണ്ടാണ്, എന്നാലും തിളപ്പിക്കും. എല്ലാ പണിയും ചെയ്യും. അത്യാവശ്യം അടുക്കളപ്പണി അറിയാം, ചെറിയ തോതിൽ ഊരിപ്പിഴിയാൻ തുണി അലക്കാനും അറിയാം, അകമ്പരി അടിക്കാനും തുടയ്ക്കാനും അറിയാം. ഭാര്യയ്ക്ക് വലിയ സന്തോഷം സമാധാനമാണ്. ചില ഭർത്താക്കന്മാരെ കൊണ്ടടക്കാൻ എന്തൊരു സുഖമാണ്.
അതേസമയം വേറെ ചില ഉരുപ്പിടികളുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാണ്. 3 ദിവസം പണിക്ക് പോയാൽ 4 ദിവസം പണിക്ക് പോവില്ല, ജന്മത്ത് പള്ളി പോവില്ല. കെട്ടിയോളെങ്ങാനും പോയി വന്നാൽ പറയും, നീ എന്നെയാണോ കെട്ടിയത്, അവിടെ ഇരിക്കണവനെയാണോ കെട്ടിയത് എന്നൊച്ചപ്പാട്. നാളെ എറണാകുളത്തുള്ള ചേച്ചി പറഞ്ഞു, ചേട്ടൻ കട്ടിലിൻ്റെ താഴെ കിടക്കും, ഞാൻ കട്ടിലിൻ്റെ മുകളിൽ കിടക്കും. അപ്പോഴാ ചോദിച്ചത്, അതെന്താ താഴെ കിടക്കണം? എളിമ കൊണ്ടൊന്നും അല്ല അച്ഛാ, പിന്നെ മുകളിലേക്ക് കയറാനുള്ള ആവതില്ലാത്തത് കൊണ്ടാണ് താഴെ കിടക്കുന്നത്. ആ പരുവത്തിലാണ് വരുന്നത്. കൂർക്കം വലി 27 കൊല്ലമായി അച്ഛാ ഞാൻ ഉറങ്ങിയിട്ട്. എന്നാ വലിയ വലിക്കണേ? ചേട്ടൻ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്, മായാ മാളവ ഗൗളയിലൊക്കെയാണ് കൂർക്കം വലിക്കണത്. എന്നാ വലിയ അച്ഛാ, 27 കൊല്ലമായി ഉറങ്ങിയിട്ട്. ചില ചേട്ടന്മാരുടെ കൂടെ, ചേട്ടന്മാരല്ല ചേട്ടന്മാര്, ചില ചേട്ടന്മാരുടെ കൂടെ ജീവിക്കൽ ചില്ലറ പണിയല്ല, കൊണ്ട് നടക്കൽ എളുപ്പമല്ല. ചില ഭാര്യമാരെ നോക്കിക്കൊണ്ട് നടക്കാൻ എന്തൊരെളുപ്പാണ്. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല. എവിടെ സാരി വാങ്ങാൻ പോയാലും 10 മിനിറ്റ്. ചില ഏറ്റങ്ങൾ സാരി എടുക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി, അപ്പോഴും സെലക്ട് ചെയ്ത് തീർന്നുണ്ടാവില്ല. ചില ഏറ്റങ്ങളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോലെ എളുപ്പമുള്ള പണിയാണ്. ഇത്ര എളുപ്പമല്ല. ചിലരുടെ കൂടെ ജീവിക്കൽ വലിയ പാടാ. നാളെ എറണാകുളത്തുള്ള ഒരുത്ത എന്നോട് പറഞ്ഞു, കാര്യം അവൾ എൻ്റെ പുറകിൽ ബൈക്കിൽ ഇരിക്കാറൊക്കെ ഉണ്ടച്ചാ. ഓ, അവൾ എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഇരിക്കാറുണ്ട്. ഉവാ. അവളുടെ വലത്തെ കൈ അവൾ എൻ്റെ വയറിൻ്റെ മോളിക്കോടെ ഇട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആനന്ദലബ്ധിക്കിനി എന്ത് വേണം? അപ്പം അവൻ എന്നോട് ചോദിച്ചു, അച്ഛന് കൊതിയാവണ്ട? അയ്യോ, ഒരു കൊതിയില്ല, നമുക്കൊരു കൊതിയില്ല, നീയായി നിന്റെ പാടായി. കാര്യം അവള് ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കണമുണ്ട്, എൻ്റെ വയറിൻ്റെ മോളിക്കോടെ കൈയിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പിന്നെന്താ കുഴപ്പം? എൻ്റെ പൊന്നച്ഛ, ഈ മുതൽ എവിടേക്കാ നോക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. അവൻ്റെ ടെൻഷൻ അതാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കണവരൊക്കെ ചിരിക്കണുണ്ടച്ചാ, ഇവള് എന്തൊക്കെ കോപ്പറായാ പുറകിലിരുന്ന് കാണിക്കണേ. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാ? വിശ്വാസം അതല്ലേ എല്ലാം, ഞാൻ അങ്ങനെ കൊണ്ടുപോവാണ്. ചില ഭാര്യമാരുടെ കൂടെ ജീവിക്കൽ എളുപ്പമല്ല. പക്ഷെ ചില ഭാര്യമാര് നിങ്ങൾക്കറിയാൽ, ഇവിടെ വാടി, ഇവിടെ പ്രൈസ് ദി ലോർഡ്, അവിടെ പോയിരിക്കടി, ഹല്ലേലൂയ. എന്താടി നിന്റെ മുഖം വീർത്തിരിക്കണത്? യേശുവേ സ്തോത്രം. ഒരു കുഴപ്പമില്ല. ഇടിക്കാൻ പിടിച്ചാൽ കുനിഞ്ഞു നിന്ന് തരും. പൊങ്കാലയിടല് കഴിഞ്ഞ് കഴിയുമ്പോൾ ചോദിക്കും, ചേട്ടൻ്റെ കൈ വേനെടുക്കണ്ട, മുറിവെണ്ണ വരട്ടി തെറ്റേ. എന്തൊരു സ്നേഹമാണ്. ചില ഭാര്യമാരുടെ കൂടെ നടക്കാൻ ഒരുപാട്. ചില കൊച്ചങ്ങളെ വളർത്താൻ എന്തൊരെളുപ്പമാണ്. ചില കൊച്ചങ്ങളെ വളർത്താൻ എന്തൊരു അനുസരണം, എന്തൊരു എളിമ, എന്തൊരു മാന്യമായ പെരുമാറ്റം. ചിലേറ്റങ്ങൾ അങ്ങനെയല്ലാന്ന് നിങ്ങൾക്കറിയാല. ചില അപ്പനെയും അമ്മേനെയും നോക്കാൻ എന്തൊരു സുഖാണ്. ഒരു കുഴപ്പമില്ല, എന്തുണ്ടാക്കി കൊടുത്താലും തിന്നോളും, എവിടെ കൊണ്ടുവന്നിരുത്തിയാലും അവിടെ ഇരുന്നോളും. ചില അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കൽ സ്വർഗമാണ്. ചിലേറ്റങ്ങളുടെ കൂടെ ജീവിക്കൽ അറിയാല, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണേക്കാളും കഷ്ടപ്പാടാണ്. അത്ര എളുപ്പമൊന്നുമല്ല. നാളൊരുത്തി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ചട്ടയും മുണ്ടെടുത്ത് ഒരു ഒബാമ എൻ്റെ വീട്ടിലുണ്ട്. ഒബാമ, അതൊരു അമ്മയാണുള്ള ഒബാമ. ചട്ടയും മുണ്ടെടുത്ത് ഒരു ഒബാമ വീട്ടിലുണ്ട്. ചില അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കൽ എളുപ്പമല്ല. അതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ വിശേഷാൽ വഹിക്കല്. കൊണ്ട് നടക്കണം. തമ്പുരാൻ പറഞ്ഞില്ലേ ആദത്തിനോട്, അത് ഇത്ര ചതിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നിനക്ക് തക്ക ഒരെണ്ണയെ ഞാൻ തരും. അല്ലേ, അങ്ങനെ പറഞ്ഞേ. നിനക്ക് തക്ക. ആദം പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സാധനമായിരിക്കും തക്ക എണ. നമ്മുടെ കാര്യം ഇതൊക്കെ തന്നെ. തമ്പുരാൻ തന്നതാണ്, കൊണ്ടടക്കണം. എല്ലാവരോടും കരുണ കാട്ടണം. നമ്മുടെ പ്രിയപ്പെട്ടവര് കുറുമ്പ് കാണിക്കുമ്പോഴും, നമ്മുടെ പ്രിയപ്പെട്ടവര് എടറിപ്പോകുമ്പോഴും ആവോളം കരുണ നെഞ്ചേറ്റിയവര് നിശ്ചയമായിട്ടും ആ കരുണയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ടുവരണം. സാധാരണ കാർന്നോമാര് പറയുന്ന ഒരു ഡയലോഗുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ബാക്കി പറയും. മക്കള് കുറുമ്പ് കാണിക്കുമ്പോ, പ്രിയപ്പെട്ടവർക്ക് തെറ്റുപറ്റുമ്പോ സാധാരണ എല്ലാ മുതിർന്നവരും പറയും, പുകഞ്ഞ കൊള്ളി. എന്ത് വേഗം പറഞ്ഞേ? പുകഞ്ഞ കൊള്ളി പുറത്ത്, പുകഞ്ഞ കൊള്ളി പുറത്ത്. പറഞ്ഞതിന്റെ അർത്ഥം അറിയാല. വീട്ടിൽ 2 അടുപ്പുണ്ട്, അടുക്കളയിൽ 2 അടുപ്പ്. കാലത്ത് അമ്മ വന്ന് ആദ്യം ചെയ്യണ പണി എന്താണ്?
കത്തിച്ചോണ്ടിരിക്കണ അടുപ്പിലെ ചാരമൊക്കെ വാരി അപ്പുറത്തെ അടുപ്പിലേക്ക് ഇടും. അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടേക്കണത്. എന്നിട്ടാണ് അമ്മ വിറക് കൊള്ളിയൊക്കെ എടുത്ത് വെച്ച് കഞ്ഞി വെക്കണത്, കഞ്ഞി അടപ്പത്തിടണത്. കുറേ നേരം അമ്മ ഊതി കഴിഞ്ഞ് തീ പിടിച്ച് കഴിയുമ്പോൾ അമ്മ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകും. കുറച്ചു നേരം കഴിഞ്ഞ് അമ്മ വന്ന് നോക്കുമ്പോൾ ചില കൊള്ളി, ചില വിറക് മര്യാദയ്ക്ക് കത്തണില്ല. അമ്മയ്ക്ക് അരിശം വരും. അമ്മ എന്ത് ചെയ്യും? ആ വിറക് കൊള്ളി, ആ വിറകിന്റെ കഷ്ണം അതിൽ നിന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക അമ്മ? അപ്പുറത്ത് ഉള്ള ചാരത്തിന്റെ ഉള്ളിലേക്ക് ഒരൊറ്റ കുത്താണ്. അരിശം തീർക്കാൻ വേണ്ടി 2 തിരിയും കൂടി തിരിക്കും. ആ കൊള്ളി കെട്ടു. അതല്ലേ പരിപാടി. പുകഞ്ഞ കൊള്ളി പുറത്ത്. വീട്ടിൽ ഒരെണ്ണത്തിനൊരു തെറ്റ് പറ്റിയാൽ, ഒരെണ്ണത്തിനൊരു ഇടർച്ച വന്നാൽ അപ്പ ചെയ്യണ പരിപാടിയാ. അതിങ്ങോട്ട് ഊരിയെടുക്കും, അപ്പുറത്തുള്ള ചാരത്തിലേക്ക് കുത്തി അങ്ങോട്ട് കയറ്റും, 2 തിരിയും കൂടി അങ്ങോട്ട് തിരിക്കും. ആമേനീശോ, പരിപാടി തീർന്നു. കർത്താവ് പറയണത് അങ്ങനെയല്ലട്ടാ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് ഒരിക്കലും ദൈവം പറയില്ല. പുകഞ്ഞ കൊള്ളി ഒരിക്കലും പുറത്തല്ല. പുകഞ്ഞ കൊള്ളി എപ്പോഴും അകത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കത്താത്ത കൊള്ളി എടുത്ത് കത്തണ കൊള്ളിയുടെ ഇടയിലേക്ക് കയറ്റി വയ്ക്കണം. കത്താത്ത വിറകെടുത്ത് കത്തണ വിറകിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കി കുത്തി കയറ്റി വെക്കണം. എന്നിട്ട് സ്നേഹം ചങ്കി നിറച്ച് മാന്യ മര്യാദയായിട്ട് ഊതി കൊടുക്കണം. അപ്പോ ഈ കത്താത്ത കൊള്ളിയും കത്തും. അതാണ് കരുണ. അതാണ് കരുണ. കുടുംബജീവിതത്തിൽ കരുണ എങ്ങനെയാ ചെയ്യണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. നല്ല സമറായനായത് കുറുമ്പ് കാണിച്ചവനോടും അവൻ കരുണ കാണിച്ചത് കൊണ്ടാ. പിന്നെ അടുത്ത ഭാഗം, നല്ല സമറായന്റെ ഉപമയിലെ 2ാം ഭാഗം, അത് അച്ഛന് ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കരുണ കാണിച്ചതിൻ്റെ പേരിൽ വിമ്മിഷ്ടപ്പെട്ട് നടക്കണവര്. എന്തോരം കരുണ കാണിച്ചിട്ട് എന്താ കാര്യം വെച്ചാ, എന്തോരം സ്നേഹിച്ചിട്ട് എന്താ കാര്യം വെച്ചാ, എന്തോരം ചേർത്ത് പിടിച്ചിട്ട് എന്താ കാര്യം വെച്ചാ, എന്തുപകാരം ചെയ്തിട്ട് എന്ത് കാര്യം വെച്ചാ. വീട് വെഞ്ചിരിക്കാൻ പോയതാ വികാരിയച്ഛൻ. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവര് ചോദിച്ച്, അച്ഛൻ മറ്റേ വീട്ടിൽ പോയാ? ഉവാ. വീട് എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല വീട്, എനിക്കിഷ്ടായി. അച്ഛന് ഇഷ്ടായാ? സത്യമായിട്ട് എനിക്കിഷ്ടായി. അടുക്കളയൊക്കെ എങ്ങനെയുണ്ട്? അടുക്കള ഞാൻ ഓടി തെളിച്ച് വെള്ളം തെളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടതുള്ളൂ, തിരക്കേടില്ല. ടോയ്ലറ്റ് ഉണ്ടോ? ഇല്ല, അവിടെ പോകേണ്ട കാര്യമില്ല, പോയില്ല, ഞാൻ കണ്ടില്ല. വിസിറ്റേഴ്സ് റൂമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ചേച്ചി. നന്നായിട്ടില്ല. എന്താ അങ്ങനെ ചോദിക്കണേ കുത്തി? എന്താ പ്രശ്നം? എൻ്റെ അച്ഛാ കഴിഞ്ഞ കൊല്ലം പണിത പെരയാണ്. ഓ, ഒന്നും ഉണ്ടായില്ലട്ടാ. അതെന്ത്? ഓട്ടക്കാലണ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് ജീവിച്ചവരാണ് ഒരയലക്കം. പിള്ളേര് തരക്കേടില്ലാണ്ട് പഠിക്കും. എൻ്റെ അച്ഛാ ഞാൻ കെട്ടിയവനോട് പറഞ്ഞ് എന്തോരം കാശ് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാം. കറി വെച്ചാൽ ബാക്കി വന്നതൊക്കെ അവിടെ കൊടുക്കാറ്. മൂത്തതിനെ ഞാനാണ് നേഴ്സിംഗ് പഠിപ്പിച്ചത്. ഇളയതിന് ദുബായിക്ക് പോവാൻ ഞാനാണ് ബോംബെ വരെയുള്ള ടിക്കറ്റ് എടുത്തത്. ഇപ്പൊക്കെ വലിയ പുലികളായി. 2 അമേരിക്കയിലാണ്. കഴിഞ്ഞ കൊല്ലം പെരയും പണിത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം. എന്ത് നല്ല കാര്യം? ഇപ്പൊ നമ്മളെ കണ്ടാൽ മൈൻഡ് ഇല്ല, നമ്മളോട് ഒരു പരിഗണനയില്ല. ഏതാണ്ട് കൊമ്പത്തെ ആൾക്കാരാണെന്ന വിചാരം. കഴിഞ്ഞ കാലമൊക്കെ അങ്ങനെ മറക്കാൻ പാടുണ്ടച്ചാ. ഇന്നത്തെ കാലത്ത് ആർക്കൊക്കെ കരുണ കാണിച്ചിട്ട് എന്താ ഫലം? ഒരു കാര്യമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരു ഉപകാരം ഇല്ലച്ചാ, ഒരു നന്ദിയില്ല. നമ്മുടെ മക്കൾക്ക് പോയി കുറഞ്ഞു എന്നല്ലാണ്ട് എന്താണ്? ഒന്നുമില്ല. പറയണ കേട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അച്ഛനൊരു കാര്യം പറയാം. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഞാൻ അസൂയയെ കുറിച്ചല്ലട്ടോ പറയണത്, അഹങ്കാരത്തെ കുറിച്ചല്ലട്ടോ പറയണത്. മറ്റുള്ളവർക്ക് കരുണ ചെയ്തതിൻ്റെ പേരിൽ വേദനിക്കുന്നവര്, മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ വേവലാതിപ്പെടുന്നവര്, മറ്റുള്ളവർ തിരിച്ച് സ്നേഹിക്കണില്ല, നന്ദി കാണിക്കുന്നില്ലെന്നും പറഞ്ഞ് കുണ്ഠിതപ്പെടുന്നവര്, അവര് ഈ വചനം കേൾക്കണം. അവർക്കുള്ളതാണ് നല്ല സമറായന്റെ ഉപമയിലെ 2ാം ഭാഗം. എന്താ കർത്താവ് പറയണത്? നല്ല സമറായൻ മുറിവേറ്റവനെ കൊണ്ടോ ഈ സത്രത്തിലാക്കി. ഓക്കെ, സത്രത്തിലാക്കിയിട്ട് സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യില് 2 ധനാറ കൊടുത്തിട്ട് സമറായം പറഞ്ഞു. എന്താ സമറായം പറഞ്ഞത്? ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. ഞാൻ ഇത്തിരി സർക്കാസ്റ്റിക് ആയിട്ട് പറയാം. ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. എന്താ സമറായം പറഞ്ഞതിന്റെ അർത്ഥം? പൊന്നുപോലെ നോക്കിക്കൊള്ളണം.
ഒരു കുറവും വരുത്തിയേക്കരുത്. വഴി കിടന്ന് കിട്ടിയതാണ്. കള്ളന്മാര് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. സാധിക്കാവുന്ന അസ്ഥിയൊക്കെ ഒടിച്ചിട്ടുണ്ട്, കിട്ടാവുന്നതൊക്കെ അപഹരിച്ചിട്ടുണ്ട്. അർദ്ധപ്രാണനേ ഉള്ളൂ. ഈശോ അങ്ങനെ തന്നെ പറയണേ, അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞ്. പകുതി ജീവനേ ഉള്ളു, അമ്മാതിരി തല്ലിയിട്ടുണ്ട്. ജീവിതം കിട്ടിയത് വലിയ ഭാഗ്യമാണ് സഹോദര. പൊന്നുപോലെ നോക്കിക്കൊള്ളണം, പൊന്നുപോലെ നോക്കിക്കൊള്ളണം. ആ വാചകം മറക്കരുത് കേട്ടോ. ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. ദാ 2 ധനാറ. CT സ്കാൻ എടുക്കണമെങ്കിൽ CT സ്കാൻ, MRI ആണെങ്കിൽ MRI, അല്ല എങ്ങാനും നെഞ്ചുവേദന വരണം അജിയോഗ്രാം വേണമെങ്കിൽ അജിയോഗ്രാം, പ്ലാസി ആണെങ്കിൽ പ്ലാസി, ബൈപ്പാസ് ആണെങ്കിൽ ബൈപ്പാസ്. എത്ര ലക്ഷം പൊട്ടണമെന്ന് താൻ ബേജാറാവണ്ട. എന്തോരം ചെലവാകണമെന്നോർത്ത് താൻ ടെൻഷൻ പിടിക്കണ്ട. വഴി കിടന്ന് കിട്ടിയതാണ്, ഞാനാണ് കൊണ്ട് തരണത്. പൊന്നുപോലെ നോക്കിക്കൊള്ളണം. പിന്നൊരു കാര്യം, കൂടുതൽ വല്ലതും ചെലവായാൽ ടെൻഷൻ പിടിക്കണ്ടട്ടാ, ഞാൻ തിരിച്ചു വരും. കൂടുതൽ വല്ലതും ചെലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോ തന്നോളാം. ഇതാണ് കർത്താവിൻ്റെ ഗ്യാരണ്ടി. കൂടുതൽ വല്ലതും ചെലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോ തന്നോളാം. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ, അവൻ തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും. നീ ആ ബില്ലെടുത്ത് വെച്ചാ മതി, നീ ആ ബില്ലെടുത്ത് വെച്ചാ മതി. എന്ന് കൂടുതൽ ചെലവായതോർത്ത് നീ ആകുലപ്പെടണ്ട. വചനവ്യാഖ്യാനം മനോഹരം, വചനവ്യാഖ്യാനം മനോഹരം. ക്രിസ്തുവാണ് നല്ല സമറായൻ, ക്രിസ്തുവാണ് നല്ല സമറായൻ. മുറിവേറ്റവൻ നിന്റെ സഹായം അർഹിക്കുന്നവനായി അല്ലെങ്കിൽ അർഹിക്കാത്തവനായി ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്ന ആരും, ഒരുപക്ഷെ കൂടപ്പിറപ്പായിരിക്കും, ഒരുപക്ഷെ അയൽപ്പക്കക്കാരനായിരിക്കും, ഒരുപക്ഷെ കൂട്ടുകാരനായിരിക്കും, ഒരുപക്ഷെ നിനക്കൊരു പരിചയവുമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. മുറിവേറ്റവൻ സഹായം അർഹിക്കുന്നവനോ അർഹിക്കാത്തവനോ ആയി ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നവൻ നല്ല സമറായൻ, നിന്റെ ക്രിസ്തു. നിന്റെ റോൾ എന്താണെന്നുള്ളത് വ്യക്താണല്ലോ. നീ സത്രം സൂക്ഷിപ്പുകാരൻ, നീ സത്രം സൂക്ഷിപ്പുകാരൻ. നിന്റെ കയ്യിൽ 2 ധനാറ അവൻ തന്നിട്ടുണ്ട്. നിന്റെ സമ്പത്ത്, നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ അധ്വാനത്തിന്റെ ഫലം, വാട്ട് എവർ ഇറ്റ് ബി, 2 ധനാറ. നിന്റെ കർത്താവ് നിന്നോട് പറയണു, പൊന്നുപോലെ നോക്കിക്കൊള്ളണം. കൂടുതൽ ചെലവായതോർത്ത് ബേജാറാവണ്ട, ഞാൻ തിരിച്ചു വരും. അമർത്തി കുലുക്കി നിറച്ചളന്ന് ഞാൻ നിന്റെ കടം വീട്ടും. ഒരുപക്ഷെ നിന്റെ തലമുറകളായിട്ട്, അതല്ലെങ്കിൽ നിന്റെ മക്കളായിട്ട്, അതല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരായിട്ട്. സത്യമായിട്ടും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ കൃത്യമായി കണക്ക് തീർക്കും. പ്രിയപ്പെട്ടവരെ, ആത്മശോധന ചെയ്യണം, ബോധ്യങ്ങൾ ആർജിക്കണം. മറ്റുള്ളവരെ സഹായിച്ചതോർത്ത്, മറ്റുള്ളവരോട് കരുണ കാണിച്ചതോർത്ത്, അർഹിക്കാത്തത് ആർക്കെങ്കിലുമൊക്കെ നൽകിയതോർത്ത് ആരും ടെൻഷൻ പിടിക്കണ്ട. നമ്മുടെ വീട്ടിൽ വന്നു കയറുന്നവരോട് നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ വീട്ടിലെ വേലക്കാരോടുള്ള നമ്മുടെ പെരുമാറ്റ രീതികൾ എന്താണ്? നമ്മളുടെ ആശ്രിതരോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടണത്? വിൻസെന്റ് പോൾ സംഘടനയുടെ മീറ്റിംഗാ. തങ്കപ്പെട്ട ഒരു സംഘടനയാട്ടോ അത്. എനിക്ക് ഒരു വിഷമവും ഇല്ല അവരോട്. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇത്തിരി മര്യാദ കാണിക്കുന്നത് അവരായതുകൊണ്ട് പറയണതാണ്. വിൻസെന്റ് പോൾ സംഘടനയുടെ മീറ്റിംഗ്, PCയോ BCയോ ഏതാണ്ടൊരു കുന്ത്രാണ്ടുണ്ട് അവരുടെ സംഘടനയുടെ ഭാഗമായിട്ട്. അവിടെ നിന്ന് അറിയിപ്പ് കിട്ടി, ഇടവകയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വിധവയ്ക്ക് ഒരു പശു. സംഘടനക്കാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് റോസിക്ക് കൊടുക്കാം. റോസമ്മ പാവൺ, കെട്ടിയോനില്ല, റോസമ്മയ്ക്ക് കൊടുക്കാം. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് അവസാനം തീരുമാനം പാസ്സാക്കി മിനിറ്റ്സിൽ എഴുതാൻ തുടങ്ങിയപ്പോ തോമച്ചൻ പറഞ്ഞു, കൊടുക്കണതൊക്കെ കൊള്ളാം, ഉവാ ഒന്ന് ആലോചിക്കണത് നല്ലട്ടാ. അതെന്താണ്? പണ്ട് നമുക്ക് 2 ആടിനെ കിട്ടി, ഓർമ്മയുണ്ടാ? ഉവാ, അത് റോസമ്മയ്ക്കാട്ടാ കൊടുത്തത്. ഓ, എന്നിട്ട് അവളുടെ കെട്ടിയവൻ അതിനെ വിറ്റ് കള്ളുപിടിച്ച്, അങ്ങനെയുള്ള അയാൾ മരിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് സൈക്കിള് കിട്ടി, അതും നമ്മൾ റോസമ്മയ്ക്ക് അട്ട കൊടുത്തത്. ഉവാലോ, അതെന്താ ചെയ്തേ? അത് വിറ്റ് അവളുടെ മോൻ മൊബൈൽ മേടിച്ച്. ദൈപ്പ പശു. സൂക്ഷിക്കണം, സൂക്ഷിക്കണം.
നമ്മൾ ഗംഭീരമായിട്ട് വിലയിരുത്തും, മനോഹരമായിട്ട് വിധിക്കും. നമ്മളെല്ലാം ആലോചിച്ചുറപ്പിച്ച് കാര്യങ്ങൾ ചെയ്യും. വീട്ടിൽ ഭിക്ഷ ചോദിച്ച് വരുന്നവൻ, സഹായം ചോദിച്ച് വരുന്നവൻ്റെ അടിമുടി നോക്കി നമ്മൾ പറയും, നല്ല ആരോഗ്യമുണ്ടല്ലോ ഏട്ടാ, കുറച്ചു നേരം തോട്ടത്തിലെ പുല്ലുറക്കി, ഉച്ച കഴിയുമ്പോൾ 50 രൂപ തരാം, ഉച്ച കഴിയുമ്പോൾ 50 രൂപ തരാം. നമ്മൾ ആലോചിച്ച ഉറക്കണത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ കരുണയാണ് നീ, കർത്താവിൻ്റെ കരുണയുടെ നേർചിത്രമാണ് നീ. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടും എന്താണ് ദൈവ കരുണയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവോളം നെഞ്ചേറ്റിയവര് അതത്രയും പങ്കുവയ്ക്കാൻ കടപ്പെട്ടവർ, അതത്രയും പങ്കുവയ്ക്കാൻ കടപ്പെട്ടവർ ആത്മശോധന ചെയ്യണം. സത്യവേദ പുസ്തകത്തിലെ ഓരോ മനുഷ്യരെയും പോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. എനിക്ക് ഇടർച്ചകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് ഞാൻ അല്പം പോലും യോഗ്യനല്ല. ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കാൻ എത്തുന്നു. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാട്ടും, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ അനുഗ്രഹിക്കും, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും. എൻ്റെ കർത്താവിന് എന്നോട് വല്ലാണ്ട് ദയ തോന്നിയിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നോട് വല്ലാണ്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എൻ്റെ ബലഹീനതകളും പോരായ്മകളും പരിഗണിക്കാതെ എന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം, അതാണ് കർത്താവിൻ്റെ കാരുണ്യം. അർഹിക്കാത്തത് കൊടുക്കണത്. നിന്റെ ജീവിതം മുഴുവനും കർത്തൃ കരുണയുടെ നേർസാക്ഷ്യമാണ്. ആവോളം കൈപ്പറ്റിയവര് അത് കൊടുക്കാൻ കടപ്പെട്ടവര്. നല്ല സമറായൻ്റെ ഉപമ ധ്യാനിക്കണം. അവൻ നല്ല സമറായനായത് കുറുമ്പ് കാണിച്ചവനോടും കരുണ കാണിച്ചതുകൊണ്ട്. അങ്ങനെ തന്നെ വേണം എന്നല്ല പറയേണ്ടത്, അങ്ങനെ തന്നെ വേണ്ട എന്ന് പറയേണ്ടത്. പുകഞ്ഞ കൊള്ളി പുറത്തല്ല, പുകഞ്ഞ കൊള്ളി അകത്താണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ ചെയ്യാം. എല്ലാവരെയും പ്രത്യേകമായ രീതിയിൽ കൊണ്ടു നടക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ കരുണയുടെ വർഷത്തെ അവിസ്മരണീയമാക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കരുണയുടെ മക്കളായി പുനർജനിക്കാം. കർത്താവിൻ്റെ കരുണയായി അവതരിക്കാം.